സോ ഗൈസ്, അങ്ങനെ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു എന്ന് എനിക്ക് കാണാൻ സാധിച്ചു. കുറച്ച് മുന്നേ ഇൻസ്റ്റാഗ്രാമൊക്കെ ഓപ്പൺ ആക്കിയപ്പം അതിനകത്തൊക്കെ ഒരു കിടിലൻ ട്രോളുകൾ കിടപ്പുണ്ട്. വേറെ ഒന്നുമല്ല, ജാസ്മിൻ കുളിച്ചതിനെ പറ്റിയിട്ടാണ് എല്ലാവരും എടുത്തിട്ടിടുന്നത്. അത് ഓരോ പാട്ടൊക്കെ വെച്ചിരുന്ന ഒരു രക്ഷയില്ല, കിടിലൻ സംഭവം തന്നെ. അതിലൊരു പാട്ട് ഞാനിപ്പോൾ ഇതിൽ കേൾപ്പിക്കാം. സോപ്പിടാത്ത സ്വപ്ന സുന്ദരി നീ അടുത്ത് വന്ന തവന പോലെ തോറ്റു പോകണ്ടേ. സോപ്പിടാത്ത സ്വപ്ന സുന്ദരി നീ അടുത്ത് വന്ന തവന പോലും തോറ്റു പോകൂടി എന്ന് പറഞ്ഞ് ഇതൊക്കെ കുറേ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടംപോലെ ട്രോളുണ്ട്. കുറേ ആൾക്കാരെടുത്ത് ഇങ്ങനെ ഓരോന്ന് ഇതിനു വേണ്ടി മെനക്കെട്ടങ്ങിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും അതങ്ങ് ഇഷ്ടപ്പെട്ട്, സംഭവം കൊള്ളായിരുന്നു. അപ്പോൾ ഇന്നലെ നോറ അതിൻ്റെ കൂടെ ജാസ്മിൻ കുളിച്ചിട്ട് വരാൻ നേരത്ത് പറയുന്നുണ്ട്, എൻ്റെ വാക്ക് കാരണം കുറച്ച് പേര് കുളിച്ചൊക്കെ കണ്ടെന്നോട് ഡയലോഗ് അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ നിങ്ങളുടെ വേറൊരു കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അൻസിബ സത്യം പറഞ്ഞ നല്ല രീതിയിൽ ഗെയിം ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കിടിലമായിട്ടാണ്. ഇത്രയും നാൾ മിണ്ടാതിരുന്നിട്ട് ഇപ്പം പവർ ടീമിലോട്ടൊക്കെ കയറി ഇപ്പം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നല്ല കിടിലമായിട്ട് തോന്നി. അഭിഷേകിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഇവക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല, ഗബ്രി പോയി. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇവക്ക് ബേസിക് GK എന്ന് പറയുന്ന ഒരു സാധനം ഇവക്ക് അടുത്തുകൂടെ പോയിട്ടില്ല. ഓഡിയൻസ് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അൻസിബ പറയണത്. പറയണ കാര്യങ്ങൾ നല്ല ഭയങ്കര വാലിഡ് പോയിന്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണത്. ഇന്നലെ ലൈവ് അപ്ഡേറ്റിൽ സമ്മറായിട്ട് അൻസിബയെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് അൻസിബയെന്ന് ഒരുപക്ഷെ പലരും വിചാരിച്ചു കാണില്ല. അൻസിബയ്ക്ക് ഒരു പ്രേക്ഷക പിന്തുണയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതിന്റെ ഒരു പ്രധാന റീസൺ എന്താണ്? ഈ ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന ആ ഒരു കോംബോയ്ക്കെതിരായിട്ട് നിന്നു എന്നതാണ്. പിന്നെ കുറെ പേര് ഈ ജിൻഡോയെ ഇടയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്തു എന്നതുകൊണ്ടും അൻസിബയെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറം സ്വന്തമായൊരു വ്യക്തിത്വം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൃത്യമായിട്ടൊരു ഗെയിം പ്ലാന്, അതിൽ കുറേയേറെ ജെന്യുവിനിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അൻസിബ. തുടക്കത്തിലൊക്കെ പലരും വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് അൻസിബയെ കരുതിയിരുന്നതെങ്കിൽ അങ്ങനെയല്ല. അൻസിബ അവിടെ റിയൽ ആയിട്ട് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു റിയൽ ഗെയിമറാണ്. ഇന്നലെ ആരോ അത് പറയുകയും ചെയ്തു. അവിടെ ഒരു റിയൽ ഗെയിമറാണ് എന്ന് വെച്ചാൽ അൻസിബ ഒരു ഫേക്ക് ഡ്രാമ എടുക്കുന്നില്ല. കറക്റ്റ് അല്ലേ? കാര്യം റിയൽ ക്യാരക്ടറായിട്ട് നിന്നിട്ടാണ് അവിടെ പെരുമാറുന്നത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഈ നുണയും കൊതിയും പറയാൻ അങ്ങനെയുള്ള ഒരു കാര്യമില്ല. കാര്യം പറയുന്ന കാര്യങ്ങളുള്ളതാണ്. അല്ലാതെ ഈ ഭയങ്കരമായിട്ട് ഡ്രാമ കാണിച്ച് അല്ലെങ്കിൽ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി കിടന്ന് കരഞ്ഞ് തന്നെ കിടന്ന് സംസാരിച്ച് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. വന്ന സമയത്ത് നമുക്കറിയാം, കട്ടിലിനകത്ത് കിടന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നി, ഇത് പരദൂഷണമാണ്, വലിയ കാര്യമൊന്നുമില്ല, ഇവളെ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കത്തൊന്നുമില്ല, എത്രയും പെട്ടെന്ന് പുറത്തായാൽ മതി എന്നായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ എവിക്ഷനിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടതിന് ശേഷം ഇത്രയും കൂടെ കോൺഫിഡന്റ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അൻസിബയ്ക്ക് ഗെയിം കളിക്കാനായിട്ട്. എന്തായാലും ബാക്കിയുടെ കേട്ടോ നോക്കാം. ഓഡിയൻസിന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂലയിൽ പോയിരുന്ന് കരഞ്ഞ് പിഴിഞ്ഞ് അങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു ഡ്രാമ ഇറക്കുന്നില്ല. ഓഡിയൻസിന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓവർ ഷോ ഇറക്കിയിട്ട് ഒരു ചെറിയൊരു സാധനം കിട്ടി അതിൽ കയറി പിടിച്ച് ഭയങ്കര ഡയലോഗ് അടിച്ച് അങ്ങനെ ഒരു സാധനവും ചെയ്യുന്നില്ല. ഒരാളെക്കുറിച്ച് വേറൊരാളെടുത്ത് കള്ളം പറഞ്ഞിട്ട് അയാളെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അൻസിബ അവിടെ ഗെയിം കളിക്കുന്നത്. ശരിയെന്ന് തോന്നുന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ടാണ് ഗെയിം കളിക്കുന്നത്. അതൊരു ഭയങ്കര പോയിന്റാണ്. കറക്റ്റ് അല്ലേ? നിങ്ങൾ തന്നെ പറ. ജാസ്മിന്റെ കേസ് എടുക്കാം, പിന്നെ ബാക്കിയുള്ള പല ആൾക്കാരുടെ എടുത്തു നോക്കാം. അൻസിബ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എല്ലാം കറക്റ്റാണ്. അതിനകത്ത് എന്താണ് തെറ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? എല്ലാവരും പറയുന്നത് ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നത്. പക്ഷേ ഇതിൽ ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് കളിക്കാനായിട്ടുള്ള കാര്യങ്ങളും അതിനകത്തുണ്ട്. അതേപോലെയാണ് കുറേ പരിപാടികൾ ജാസ്മിനെ അതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. മെയിനായിട്ട് ഗബ്രി ആയിട്ടുള്ള ഒരു വിഷയം. ഏറ്റവും കൂടുതൽ ജാസ്മിനെ വെറുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രായത്തെ ബഹുമാനിക്കാത്തുള്ള രീതിയിലുള്ള സംസാരമാണ് അൻസിബയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ദേഷ്യം വരാനായിട്ടുള്ള കാര്യം എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ ജിൻഡോ എടുത്ത് ഈ ജാസ്മിൻ പെരുമാറിയത്, ജിൻഡോക്ക് എത്ര വയസ്സ് മൂത്തതാണ്, നീ പോടാ, നീ വാടാ, നീ പട്ടിയുടെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് അവളെ വായി തോന്നുന്നത് അവൾ വിളിച്ച് പറയണത്. ഇതൊക്കെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും? മുല്ലപ്പൂ ഫാൻസ്, നിങ്ങൾക്ക് പറ്റും, നിങ്ങളെ കൊണ്ടേ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ബോധം വിവരമുള്ളവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒക്കെ ഇവിടെ കേട്ടോ. ഇന്നലെ പവർ ടീമിലേക്ക് കയറിയ അൻസിബ വളരെ എളുപ്പത്തിലാണ് ഒരു ഡോമിനേറ്റിംഗ് ഗെയിമിലേക്ക് പോകുന്നത്. ബിഗ് ബോസിനകത്ത് ഒരുവിധം ഫെയർ ആയിട്ട് ഡോമിനേറ്റ് ചെയ്ത് ഗെയിം കളിക്കാൻ പറ്റിയ ആ കണ്ടസ്റ്റന്റിന് വളരെ വേഗത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും. അൻസിബയുടെ ഒരു കടന്നുവരവ് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഈ പവർ ടീമിൽ ഇട്ടതിന് ശേഷം അൻസിബ നല്ല രീതിയിൽ മാറുന്നുണ്ട്. ഇനി നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയാം. പിന്നെ പ്രത്യേകിച്ച് എല്ലാണോ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അൻസിബയെ മെയിനായിട്ട് ഇപ്പൊ കുറ്റം പറയുന്ന കുറെ ആൾക്കാർ ജാസ്മിന്റെ ഫാൻസാണ്. അവർ പറയുന്നത് ജാസ്മിൻ മാത്രമാണ് ടാർഗറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്നത് ജിൻഡോയെ സപ്പോർട്ട് ചെയ്തെങ്കിൽ ജിൻഡോയ്ക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ജിൻഡോയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നൊക്കെയുള്ള രീതി പറയുന്നത്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ ലാസ്റ്റ് വീക്കിലും അതിന് മുന്നത്തെ വീക്കിലൊക്കെ വെളിയിൽ പോകേണ്ടതായിരുന്നു. ആ ഏത് നിമിഷമാണോ ഈ ജാസ്മിനെക്കെതിരെ സംസാരിക്കാനും പറയുന്ന കാര്യങ്ങൾ ഓഡിയൻസിന് കൺവിൻസ് ആവുന്ന കായെന്ന് തോന്നിയപ്പം തൊട്ട് ഈ പറയുന്ന അൻസിബയ്ക്ക് വോട്ട് കയറി തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോഴും അൻസിബ അതിനകത്ത് നിൽക്കുന്നത്. അൻസിബ ഒന്നും കൂടെ ഒക്കെ ഒരു കിടിലമായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കൺഫേംഡ് ആയിട്ട് ടോപ്പ് 5 വരാൻ പറ്റുന്ന കണ്ടസ്റ്റന്റ് ആണ്. കൺഫേംഡ്, അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഗബ്രി മോൻ പറയുന്ന ഒരു ഡയലോഗാണ്. ഞാനത് ഇന്നാ കണ്ട. ആ ഇന്റർവ്യൂ ആദ്യമേ ഇറങ്ങിയ സമയത്ത് മൊത്തം ഞാൻ വലുതായിട്ട് അത് ശ്രദ്ധിച്ചില്ലായിരുന്നു ഈ ഒരു പോയിന്റ്. ഗബ്രി പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയും ജാസ്മിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണെന്തോ എൻ്റെ ജീവിതകാലം മൊത്തം കൂടെ കാണുമെന്ന് കണ്ട് പറഞ്ഞ എന്തോ ഒരു ഡയലോഗ്. ഞാനത് എന്തുകൊണ്ടാണ് പറഞ്ഞെന്നുള്ള രീതി ഗബ്രി അത് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമെന്നല്ല ചോദിച്ചത്, എന്നെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചില്ലല്ലോ. ഒരിക്കലുമില്ല. ജീവിതകാലം മുഴുവൻ എന്താ ഫ്രണ്ട്സ് ആയിട്ടിരുന്നുണ്ട്. എന്റെ 27 വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഇന്ന് എന്നെ എയർപോർട്ടിൽ എന്റെ പെട്ടി മേടിച്ചുകൊണ്ട് വന്നത്. 27 വർഷം, അതൊരു ജീവിതകാലം തന്നെയാണ്. ഞാൻ നാളെ മരിച്ച എന്റെ ജീവിതകാലം മുഴുവൻ അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ ഒരു ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് സഹകരിക്കുന്ന ഏത് രീതിയിലാണെങ്കിൽ നല്ല രീതിയിലാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരുപാട് നാളത് നിലനിൽക്കും. പക്ഷേ ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇവ ഇങ്ങനെ സംസാരിച്ചെന്ന് ആലോചിക്കണം. ഇപ്പം ജാസ്മിൻ്റെ അടുത്ത് ഈ കടിയും നക്കലും ഇതും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവനെ ഒരുമിച്ച് നിൽക്കും. പുറത്തിനി എന്ത് സംഭവിക്കാനാണ്, വരുന്നിടത്ത് വെച്ച് കാണാം, പുറത്ത് കൂടിപ്പോയാൽ കുറേ ആൾക്കാർ നമ്മളെ ചീത്ത വിളിക്കുമായിരിക്കും, എനിക്ക് നിന്നെ മനസ്സിലാകും, എനിക്ക് പ്രണയമുണ്ട്, ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുവാണ്, ഇതെല്ലാമാണ് പറയണത്. ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത്, ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പിനകത്ത് എങ്ങനെയാണ് അതിനകത്തൊരു പ്രണയം തള്ളിക്കയറ്റി വരുന്നത്, പ്രണയം എങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ടാണ് ഇവൻ ഈ ഡയലോഗ് അടിക്കുന്നത്. ഇവൻ പറയണ പല കാര്യങ്ങളും ഉണ്ടല്ലോ, അട്ടർ ഫൂളിഷ്നെസ്സാണ്. ഉള്ള കാര്യം പറയാം. ഈ പറഞ്ഞ പാവപ്പെട്ടവരുടെ ഒരു കേസ് പറഞ്ഞല്ലോ, ഈ വൃത്തിയില്ലായ്മ തന്നെ പറഞ്ഞൊരു കേസ്, അത് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് കുറേ കാര്യങ്ങൾ. പിന്നെ നമുക്ക് മനസ്സിലാക്കാം കുറേ കാര്യങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഈ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. കാര്യം ഇതെല്ലാം കണ്ടു തീർക്കാൻ എന്തായാലും ഒരുപാട് സമയമെടുക്കും എന്ന് നമുക്ക് പറയാം. പിന്നെ അതേപോലെ തന്നെ ഈ ഗബ്രിയുടെ ഫ്രണ്ട്സാണെന്നും പറഞ്ഞിട്ട് ഒരു 2 പേരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. എനിക്കൊന്ന് കുറച്ച് നാൾക്ക് മുന്നേ ഉള്ളതാണെന്ന് തോന്നുന്നു. സീസൺ 4 കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ഡെയ്സി ഡേവിഡും പിന്നെ മറ്റേ പുള്ളിക്കാരത്തി ആരാന്ന് എനിക്കറിയില്ല, സിനിമാ പ്രാന്തൻ എന്നാണ്ട് പറയുന്ന ഒരു ചാനലിലാണ്. എന്തായാലും നമുക്ക് ആ ഒരു ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. So, can you imagine how helpless we are? നമുക്ക് ഇത്ര അറിയുന്ന ഒരാള്, he's kind, he's a good friend, അവനൊരു പാവാണ്. നമ്മൾ എത്ര ഒരു ബാഡ് സിറ്റുവേഷനിൽ കിടന്ന് ഗബ്രി എന്നൊരു വിളി വിളിച്ചാൽ അവിടെ ഓടി എത്തുന്ന ചെല്ലുന്നില്ല. എനിക്ക് 3 പേരെ ചിലപ്പോൾ പറയാൻ പറ്റില്ല, അതിൽ ഒരാൾ ഗബ്രിയാണ്. അതായത് അവൻ അത്രയും ഫ്രണ്ട്ഷിപ്പിനും നമ്മുടെ റിലേഷൻഷിപ്സിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന. ഇപ്പം അവൻ ജാസ്മിനോട് കാണിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്നു പറഞ്ഞ അങ്ങനെ ഷീസ് വിത്ത് ദാറ്റ് ലൈക്ക് വിത്ത് എവരിബഡി. ലൈക്ക് അവൻ അങ്ങനെയാണ് അവന്റെ ക്യാരക്ടർ. ശരിയായിരിക്കും. ഗബ്രി എന്ന് പറയുന്ന ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് എന്ന് നോക്കിയിട്ടല്ല ഈ സോഷ്യൽ മീഡിയയിൽ ആരും ഗബ്രിയെ ക്രിട്ടിസൈസ് ചെയ്യണത്. ഗബ്രി ബിഗ് ബോസിൽ ചെന്നിട്ട് എന്താണ് കാട്ടിക്കൂട്ടിയതെന്നനുസരിച്ചാണ് എല്ലാവരും ഗബ്രിയെ ഇങ്ങനെ ഇരുന്ന് പറയാനും ട്രോളാനും ഇപ്പം ഈ പ്രത്യേകിച്ച് ഞാൻ തന്നെ വന്നിരുന്നു ഇങ്ങനെ ഓരോന്ന് റിയാക്ട് ചെയ്ത് സംസാരിക്കാനും എല്ലാം കാരണം അവൻ അതിനകത്ത് കാണിച്ച പരിപാടി തന്നെ. ഇതിപ്പോൾ അവനെ മാത്രമല്ലല്ലോ പറയുന്നത്, ജാസ്മിനെ കൂടെ ചേർത്താണ് പറയണത്. പക്ഷേ അവനിൽ ഒരു ഗെയിമുണ്ട്, അവനൊരു ഗെയിമർ എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോംബോ ഇല്ലായിരുന്നു എങ്കിൽ അവന് തീർച്ചയായിട്ടും ടോപ്പ് 5 പോകാമായിരുന്നു, ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്ന്. ഇതിപ്പം നിങ്ങളുടെയൊക്കെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഗബ്രിയെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഗബ്രിയെ ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും കൂടെ കുറ്റം പറയുന്നുള്ള രീതിയിലാണ്. കാര്യം ഈ തൊട്ടപ്പുറത്തിരിക്കുന്ന സംസാരിക്കുന്ന വ്യക്തി ഡെയ്സി എന്തുമാത്രം ബിഗ് ബോസിൽ പോയതിനു ശേഷം കേട്ടിട്ടുള്ളതാണ്, എന്തുമാത്രം സൈബർ ബുള്ളിങ് അനുഭവിച്ചിട്ടുള്ളതാണ്. ആ ഷോ എങ്ങനെയാണ്? ഇനിയിപ്പം നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും, അത് ശരിയായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ വളരെ അടിപൊളിയായിട്ടായിരിക്കും അവർ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും നമുക്ക് ഓഡിയൻസിന് തോന്നുമെങ്കിൽ പേഴ്സണൽ ലൈഫ് വെച്ചിട്ടല്ല ഓഡിയൻസ് വിലയിരുത്തുന്നത് എന്താണ്? ബിഗ് ബോസിനകത്ത് എന്ത് കാണിച്ച് ആ സാധനം തന്നെ ആയിരിക്കും ലൈഫ് ലോങ് എല്ലാവരും വിലയിരുത്തി വെച്ചിരിക്കുന്നത്. ഇനി പേഴ്സണലി സഹകരിച്ച് വരുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്, ഓ ഈ വ്യക്തി ഇങ്ങനെ അല്ലെ നല്ലൊരു വ്യക്തിയാണ് എന്ന് തോന്നുന്നത്. നിങ്ങൾ ആ സീസൺ 2 ഇറങ്ങിയ മഞ്ജു പത്രോസ് പിന്നെ ആര്യ അവരുടെയൊക്കെ ഇത് നോക്കണം. അവർക്കൊക്കെ കിട്ടിയ സൈബർ ബുള്ളിങ് ഉണ്ടല്ലോ, ഈ പഴും മാറിയിട്ടില്ല, ഈ പഴുവുണ്ട്, അവരത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുഭവിച്ചേ പറ്റൂ. ചില ബാക്കിയുടെ കേട്ടോ. ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആണോ? അപ്പൊ അങ്ങനെ ഒരാളെ ഇത്രയും പേര്, അപ്പൊ നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല. ഈ മീം ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ അവരെ, പക്ഷെ നമ്മളെ ട്രോൾസും കാര്യങ്ങളൊക്കെ ഹെൽപ്ലെസ്സുമാണ്. ഓഫ് കോഴ്സ് അവര് അവനെ അവിടെ കാണുന്ന രീതിയിലാണ് അവരവനെ ജഡ്ജ് ചെയ്യുന്നത്. നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. അതെ, ഹെൽപ്ലെസ് ആ ഒരു വേർഡ് കറക്റ്റാണ്. അപ്പോൾ ഹെൽപ്ലെസ് ആകുമ്പോഴത്തേക്ക് കഴിവതും ഇതിൻ്റെയൊക്കെ ഒരു കേസിൽ ഒന്നും മിണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇനിയിപ്പം അവൻ കാട്ടിക്കൂട്ടിയതാണ് അവനിപ്പോൾ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ അവൻ പറയുന്നത് കണ്ടില്ലേ, കാര്യം
ഗബ്രിയെ സംബന്ധിച്ച് ഒരു കാര്യവും വിട്ടുകൊടുക്കത്തില്ല. അവൻ പറയണതാണ് എല്ലാം ശരി എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തിട്ടുള്ള ഈ ഗബ്രിയെ. എന്തായാലും ഗബ്രി മോൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരും, നീ സീക്രട്ട് റൂമിലാണോ, നിനക്ക് അവിടെ ഫ്രൂട്ട്സ് ഒക്കെ അല്ലേ കിട്ടുന്നത്, നീ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്ക്, എന്തൊക്കെയോ കിടന്ന് അവൾ പിച്ചും പേയും കിടന്ന് പറയുന്നത്. എന്നിട്ട് എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇവൾ ഭയങ്കര സ്ട്രോങ് ഗെയിമറാണെന്ന്. ഇവൾ ഇന്നലെ അപ്സരടുത്ത് പറഞ്ഞ ഡയലോഗ് എന്തുവാ, അവൻ ഒരാഴ്ചയും കൂടെ നോക്കും, അവൻ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമെന്ന്. ഇതാണ് ആ ഗെയിം. അപ്പോൾ അവളുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? അവൾ ഇതിന് വേണ്ടിയിട്ടായിരുന്നു അവൾ ബിഗ് ബോസിൽ പോയത്? ഗബ്രിയെ കാണാൻ, ഗബ്രി ഉണ്ടെങ്കിൽ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നോ പോയത്? നിങ്ങൾക്ക് എന്താ അതിനെ പറ്റിയിട്ടൊന്നും മറുപടി ഇല്ലാത്തത്? ഇതെല്ലാം സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന കുറേ ഊളകളെടുത്ത് എനിക്ക് ഒന്നും പറയാനില്ല. സോ അപ്പം ഇതിനെ പറ്റിയിട്ട് നിങ്ങളെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം.